ചൈനയിലെ മഹാനഗരങ്ങളിൽ ഒന്നായ ഗോൺചോയിലെ ബീജിംഗ് റോഡ് എന്ന തെരുവിലൂടെ നടക്കുകയാണ് ഞാൻ. ജനപ്രവാഹമാണിവിടെ. മെയ് ദിനത്തിന്റെ അടുത്ത ദിവസങ്ങളായതുകൊണ്ട് അവധിയാണ്. ആഘോഷത്തിന്റെ തെരുവ്. ചിലയിടത്ത് ആളുകളുടെ ക്യൂ കാണാം. ഈ ക്യൂ നിൽക്കുന്നത് വഴിയരികിൽ നിന്ന് ചില വിഭവങ്ങൾ വാങ്ങാനാണ്. ഷോപ്പിംഗിന്റെയും ആഘോഷത്തിന്റെയും ചൈനയിൽ മനുഷ്യൻ എത്ര ആഹ്ലാദത്തോടെയാണ് ജീവിക്കുന്നതെന്നാണ് ഇവിടെ കാണാനാവുന്നത്. ബീജിംഗ് സ്ട്രീറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് കൂടിയാണ്. ടോഫു എന്നാണ് ഈ വിഭവത്തിന്റെ പേര്. ഒരു കറുത്ത വിഭവം. ബീഫിന്റെ കരള് വറുത്തു വെച്ചതുപോലെയുണ്ട്. ആ വിഭവത്തിന്റെ കൂടെ കുറച്ച് ഡ്രിങ്ക്സുമൊക്കെ കൊടുക്കുന്നു. സാധനം വാങ്ങുന്നു. അവർ മൊബൈലിലൂടെ പേയ്മെന്റ് നടത്തുന്നു. ചോപ്സ്റ്റിക്കുകൾ 3-4 എണ്ണം എടുക്കുന്നു. അതുമായിട്ട് പോകുന്നു. പാകം ചെയ്യുന്നത് അവിടെ തന്നെ കാണാം. ബ്ലാക്ക് ടോഫു എന്നാണ് ഇതിന്റെ പേര്. പൂർണ്ണമായും വെജിറ്റേറിയൻ വിഭവമാണ് ബ്ലാക്ക് ടോഫു. കറുത്ത സോയാബീൻ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. കണ്ടാൽ വലിയ ആകർഷണമൊന്നുമില്ലെങ്കിലും നല്ല രുചിയാണത്രേ. കടയിൽ പണം വാങ്ങുകയും വിഭവം പാക്ക് ചെയ്ത് നൽകുകയും ചെയ്യുന്നയാൾ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളിലേക്കും പാത്രങ്ങളിലേക്കും തുപ്പൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണത്. നമ്മുടെ തട്ടുകടകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊന്നും അങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ. ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ. ടോഫു വറുത്തു കോരിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ശ്രദ്ധയോടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചൈനയുടെ ഹുനാൻ പ്രവിശ്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിഭവമാണ് ടോഫു. പുറം ഭാഗം നല്ല മുരിഞ്ഞതും അകം മൃദുവായതുമായ വിഭവമാണിത്. വെറുതെ ടോഫു കൊടുക്കുകയല്ല, ഒരു സോസിനകത്ത് മുക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. ആ പാത്രത്തിന് പോലും ഒരു ഭംഗിയുണ്ട്. പലതരം മസാലകളും മറ്റും ചേർക്കുന്നുണ്ട് ടോഫുവിൽ. നീണ്ട ക്യൂ ആണ്. ക്ഷമയോടെ ആളുകൾ കാത്തു നിൽക്കുന്നു. 1-2 മണിക്കൂർ ഇങ്ങനെ കാത്തു നിൽക്കുമെന്ന് തോന്നുന്നു ടോഫു കിട്ടാൻ. വേറൊരാൾ ഇവിടെ സാമ്പിൾ കൊടുത്തുകൊണ്ട് പോവുകയാണ്. വറുത്ത മാംസവിഭവത്തിന്റെ സാമ്പിളാണിത്. ഇവരൊക്കെ മാസ്ക് ധരിക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധേയമായ കാര്യം. രോഗത്തിന്റെ പേരിലല്ല, വൃത്തിയായി ഭക്ഷണ സാധനങ്ങൾ നൽകാൻ. ആളുകൾ തെരുവിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്നു. സുന്ദരീ സുന്ദരന്മാർ. ഇത് ങാവൂലാം എന്ന വിഭവത്തിന്റെ ചേരുവകളാണ്. ഒരു തനത് കാന്റണീസ് വിഭവം. ചെറിയ ക്യൂബുകളായി മുറിച്ച ബീഫ്, മാടിന്റെ ആന്തരാവയവങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് ങാവൂലാം ഉണ്ടാക്കും. ബ്രാത്ത് അഥവാ എല്ലുകളിട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന സൂപ്പിലാണ് അത് വേവിക്കുക. വളരെ രുചിയുള്ള ഒരു ബീഫ് വിഭവമാണ് ങാവൂലാം. ബീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി, സോയാ സോസ്, ക്യാരറ്റ്, റാഡിഷ്, കുരുമുളക് എന്നിവയെല്ലാമാണ് ങാവൂലാമിന്റെ അടിസ്ഥാന ചേരുവകൾ. പിന്നെ ബീഫിന്റെ കുടലും ആമാശയവും നെയ്യുമെല്ലാം ചേർക്കും. ഇതിവിടുത്തെ സിയുയൂക്ക് എന്ന വിഭവമാണ്. കാന്റണീസ് ക്രിസ്പി റോസ്റ്റഡ് പോർക്ക് ബെല്ലി എന്ന് ഇംഗ്ലീഷിൽ പറയാം. പഴംപൊരി പോലെ വെച്ചിരിക്കുന്നത് മുരിച്ച പോർക്കിറച്ചിയാണ്. പോർക്കിന്റെ ബെല്ലിക്ക് 5 ലെയറാണ്. ആ 5 ലെയറും ചേർത്ത് നീളത്തിൽ മുറിച്ച് പൊരിച്ചെടുക്കുന്നതാണ് ഇത്. പന്നിയിറച്ചി കൊണ്ട് മാത്രമാണ് കാന്റണീസ് സിയുയൂക്ക് ഉണ്ടാക്കുക. നല്ല മൃദുവായ മാംസവിഭവമാണിത്. കോഴിക്കാലുമുണ്ട് ഇവിടെ. കോഴിയുടെ പാദങ്ങൾ നന്നായി മൊരിച്ചു വച്ചിരിക്കുന്നു. രസകരമായ കാഴ്ചയാണ്. എന്തെന്തു വിഭവങ്ങൾ! അപാര രുചിയാണ് ഇതിനെല്ലാം. വീണ്ടും നടന്നു. നല്ല തിരക്കാണ്. വഴിയോര റെസ്റ്റോറൻറ്റുകളുടെ സമീപമെല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. മുമ്പേ കണ്ടതുപോലുള്ള ഫ്രൈ ചെയ്ത വിഭവങ്ങൾ ആളുകൾ വാങ്ങുന്നു. അതുമായി വഴിയരികിലെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നു, കഴിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കുന്നു. വലിയ ഭക്ഷണപ്രിയരാണ് ചൈനക്കാർ. എങ്കിലും കുടവയറുള്ള ഒരാളെപ്പോലും ചൈനയിൽ കാണില്ല. എല്ലാവരും സ്ലിം ബ്യൂട്ടികളാണ്. വേറൊരു കാര്യം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് നിലത്തെങ്ങും ഇടാതെ കൃത്യമായി വേസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കുന്നു. ഏത് സ്ഥലത്തും നമ്മൾ കാണുന്നത് ഇങ്ങനെ വേസ്റ്റ് കോരാൻ ചൂലുമായി നടക്കുന്ന ജീവനക്കാരെയാണ്. ഒരു തരി മാലിന്യം നിലത്ത് വീഴാൻ അവർ സമ്മതിക്കില്ല. ആളുകളുള്ള സമയം മുഴുവൻ ഇവിടെ ശുചീകരണവുമുണ്ട്.
പാതിരാത്രി വരെ വേസ്റ്റ് നീക്കം ചെയ്യുന്നത് ഏതു സമയത്തും തെരുവിലെ കാഴ്ചയാണ്. തങ്ങളുടെ ഉത്തരവാദിത്വം ഇവർ ഭംഗിയായി നിറവേറ്റുന്നു. ഒരു വേസ്റ്റ് കൊട്ട നിറയുമ്പോഴേക്കും അത് എടുത്തുമാറ്റി വേറെ വേസ്റ്റ് ബിൻ കൊണ്ടുവന്ന് വെക്കുന്നു. ചൈനയിലെ ഏത് നഗരത്തിലും ഇത് കാണാം. നമ്മുടെ നഗരത്തിൽ രാവിലെ ചടങ്ങ് തീർക്കും പോലെ അടിച്ചുവാരി പോയാൽ പിന്നെ പിറ്റേ ദിവസമേ ശുചീകരണമുള്ളൂ. ആൾക്കൂട്ടമുണ്ടെങ്കിൽ അവിടെ വേസ്റ്റ് വീണുകൊണ്ടേയിരിക്കുമല്ലോ. ഇടയ്ക്കിടെ ഇത്തരം വണ്ടികൾ വരും. ഈ വണ്ടി മാത്രമേ ഈ സ്ട്രീറ്റിൽ അനുവദിക്കുകയുള്ളൂ. ഒരു പ്രത്യേക സമയമല്ല വണ്ടി വരുന്നത്. എപ്പോഴാണോ വേസ്റ്റ് ബിൻ നിറയുന്നത് അപ്പോൾ വോക്കി ടോക്കിയിൽ ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നു. അതിലുള്ളവർ നിറഞ്ഞ വേസ്റ്റ് ബിൻ എടുത്തുകൊണ്ടു പോകുന്നു. കാലിയായ വേസ്റ്റ് ബിൻ അവിടെ വയ്ക്കുകയും ചെയ്യും. അങ്ങനെ സജീവമായ ക്ലീനിംഗ് ആണ്. ഇവിടെ ഒരു കടയിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് വിൽക്കുന്നത്. തണുത്തതാണ് എന്ന് കാണിക്കുന്ന മട്ടിൽ നീരാവി ചീറ്റിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഫ്രഷ് പഴങ്ങൾ അതിങ്ങനെ പാത്രങ്ങളിലാക്കി വാങ്ങി തിന്നുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രത്യേക വൈബാണ് ബീജിംഗ് റോഡിൽ. ഗോൺചോയിൽ വരുന്നവർ പോകേണ്ട സ്ഥലമാണിവിടം. ഒരു പട്ടിക്കുട്ടനുണ്ട് ഇവിടെ. യജമാനൻ ഇവനെ ഇവിടെ കെട്ടിയിട്ട് എന്തോ വാങ്ങാൻ പോയിരിക്കുകയാണ്. യജമാനനെ കാണാത്തതിൻ്റെ ഒരു ടെൻഷൻ അവൻ്റെ മുഖത്തുണ്ട്. എത്ര ആത്മാർത്ഥതയോടെയാണ് കാത്തു നിൽക്കുന്നത്. ഞാൻ വീണ്ടും ബീജിംഗ് റോഡിലൂടെ നടന്നു. ഒരു ആഘോഷ തെരുവാണിത്. കുട്ടികളും കുടുംബവുമൊക്കെയായി ആളുകൾ ഇങ്ങനെ ഒഴുകുന്നു. ഇതിവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്. ഡാഫോ ടെമ്പിളിന്റെ പടിപ്പുര. ബീജിംഗ് റോഡിലെ ഒരു പ്രധാന ക്ഷേത്രമാണിത്. പ്രധാന കവാടം ഇതല്ല. ഡാഫോ ടെമ്പിളിന്റെ ഒരു ഭാഗത്തെ പടിപ്പുരയാണിത്. ക്ഷേത്ര പരിസരത്തെല്ലാം നല്ല തിരക്കാണ്. സ്ട്രീറ്റിലെ കടകളുടെ മുൻഭാഗം മുഴുവൻ ഒരു ഉത്സവ പറമ്പിലെന്നോണം ഒരുക്കിയിരിക്കുന്നു. എല്ലാം പ്രൊഫഷണലായിട്ടാണ്. കലാപരമായും ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുമാണ് ബോർഡുകളും അലങ്കാരങ്ങളുമെല്ലാം. അതിമനോഹരമാണ്. നമ്മുടെ തെരുവുകളുമായി ഒരു താരതമ്യം നടത്തുന്നില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാം. ഇവരുടെയൊക്കെ ഒപ്പമെത്താൻ നമ്മൾ എത്ര കാലം, എത്ര ദൂരം, എത്ര പൗരബോധത്തോടെ സഞ്ചരിക്കേണ്ടതുണ്ട്. മനുഷ്യരെ പോലും നോക്കൂ. അവരുടെ വൃത്തി, സാമൂഹ്യബോധം, പരിസര ശുചിത്വം, വസ്ത്രധാരണം, അവരുടെ ഫിറ്റ്നസ് പോലും. സ്ഥൂല ശരീരവുമായി നടക്കുന്ന ആളുകളെയൊന്നും എവിടെയും കാണില്ല. ഇവിടെ ഹോട്ട്പോട്ട് വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു കടയുണ്ട്. ഏതു സമയവും തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പുകളും മറ്റ് ഭക്ഷണങ്ങളും. മാംസമാണ് കൂടുതലും. യൂണിഫോമും മാസ്കുമൊക്കെ ധരിച്ച ജീവനക്കാർ. ഇത് കോഴിക്കാലാണ്. ബോൺലെസ് ചിക്കൻ ഫീറ്റ്, എല്ലുമാറ്റിയ കോഴിക്കാൽ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണിത്. ഏത് കടയിലും കിട്ടും. അപാര രുചിയാണിതിന്. ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരു സ്റ്റൗ ഉണ്ട്. അതിനാൽ എല്ലാം തിളച്ചുകൊണ്ടിരിക്കുന്നു. അകത്തിരുന്ന് കഴിക്കാവുന്ന റെസ്റ്റോറന്റ് കൂടിയാണ് ഇത്. വേറൊരു കടയുണ്ട് ഇവിടെ. തീരെ ആളില്ലാത്ത ഒരു കട. അകത്തും ആളില്ല. ഒരു മദ്യക്കട. ബ്ലാക്ക് ലേബൽ, റെഡ് ലേബൽ, ആബ്സല്യൂട്ട് വോഡ്ക എന്നിവയൊക്കെ ആരാലും അവഗണിക്കപ്പെട്ടെന്നോണം ഇരിക്കുന്നു. ഞങ്ങൾക്കും ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിഭവങ്ങൾ കണ്ടുകണ്ട് കൊതി കൂടിയിരിക്കുന്നു. അകത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് സലാം പറഞ്ഞു. ടൈഗർ പ്രോൺ എന്ന വിയറ്റ്നാമീസ് റെസ്റ്റോറൻ്റാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 6ാം നിലയിലാണ് റെസ്റ്റോറന്റ്. ബീജിംഗ് റോഡിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണത്. തനത് വിയറ്റ്നാമി വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റ്. അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അകത്തേക്കു കയറി. അവിടെ ചെല്ലുമ്പോൾ ഇതാണ് കാഴ്ച. വെൽക്കം ടു ടൈഗർ പ്രോൺ എന്ന ബോർഡൊക്കെയുണ്ട്. ചില്ലിനപ്പുറം ആളുകൾ സ്വസ്ഥമായിരുന്നു ഭക്ഷണം കഴിക്കുന്നു. പുറത്തെ കാഴ്ചയാകട്ടെ ഇതാണ്. ടൈഗർ പ്രോണിൽ സീറ്റ് കിട്ടാൻ വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നവരാണ് ഇതെല്ലാം. രാവിലെ മുതൽ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പതിവാണെന്നാണ് സലാം പറയുന്നത്. എത്ര നേരം വേണമെങ്കിലും ഇവരിങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാണ്. ആ പ്രദേശത്താകെ ഇങ്ങനെ ആളുകളുണ്ട്. ചിലർ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്നു. മൊബൈലിൽ നോക്കി സമയം കളയുന്നു. നൂറുകണക്കിന് ആളുകൾ. ഇവർക്കൊക്കെ എപ്പോൾ അവസരം കിട്ടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്.
ടോക്കൺ എടുത്തിട്ടുള്ള കാത്തുനിൽപ്പാണ്. ഏതായാലും അവിടുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനാൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങി. ഇടക്കാല ആശ്വാസം പോലെ നല്ല ഫ്രഷായി നമ്മളെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള പഴങ്ങൾ. ചെറിയുണ്ട്, ചക്കപ്പഴമുണ്ട്, അങ്ങനെ പല പല പഴങ്ങൾ. ഗംഭീര ടേസ്റ്റുള്ള ചക്കപ്പഴമൊക്കെയാണ്. ഇതാണ് ഞങ്ങൾ വാങ്ങിയത്, ഒരു വലിയ പാത്രം നിറയെ കട്ട് ഫ്രൂട്ട്സ്. മാങ്ങാപ്പഴമാണ് കിട്ടിയതിൽ കൂടുതലും. പിന്നെ കിവിയുണ്ട്, വാട്ടർമെലനുണ്ട്, അങ്ങനെ പലതും. മൊബൈൽ വഴിയുള്ള പേയ്മെന്റേ ഉള്ളൂ. നോട്ട് കൊടുക്കുന്ന പരിപാടി ഇവിടെയില്ല. പലതരം ക്യാൻഡികൾ, സ്വീറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളും ഫ്രീസ് ചെയ്തു വെച്ചിട്ടുണ്ട്. പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ചുനേരം അതിലൂടെയൊക്കെ നടന്നു. എവിടെയും ഇങ്ങനെ ജനത്തിരക്കുണ്ട്. യുവാക്കളാണ് കൂടുതൽ. ഇതൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ബീജിംഗ് റോഡിന്റെ ഓരത്തു തന്നെയുള്ള കോംപ്ലക്സ്. അതിന്റെ താഴത്തെ നിലകളിൽ ഒരുതരം ഗെയിം നടക്കുന്നുണ്ട്. നമ്മൾ മുൻപേ കണ്ട തരം സ്ക്രാച്ച് കാർഡ് ലോട്ടറി ഉണ്ടല്ലോ, അതിന്റെ ഒരു മെക്കനൈസ്ഡ് വേർഷനാണ്. കാസിനോ അല്ല, എങ്കിലും പണം നൽകിയുള്ള ഭാഗ്യപരീക്ഷണം തന്നെ. സ്ക്രാച്ച് ചെയ്തിട്ട് സമ്മാനം നേടുകയോ മറ്റോ ആണ് പരിപാടി. സ്ലോട്ട് മെഷീനുകളൊന്നുമല്ല ഇത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങൾ വീണ്ടും ബീജിംഗ് റോഡിലേക്ക് ഇറങ്ങി. ജനം അങ്ങനെ ഒഴുകുകയാണ്. ആ ജനക്കൂട്ടത്തിലൂടെ നടന്ന് ഡാഫോ ടെമ്പിളിന്റെ മുൻഭാഗത്തേക്കെത്തി. ക്ഷേത്രത്തിന്റെ മറ്റൊരു പടിപ്പുര നേരത്തെ കണ്ടിരുന്നല്ലോ. ഗോൺചോയിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രമാണ് ബീജിംഗ് റോഡിലെ ഈ ഡാഫോ ടെമ്പിൾ. രാത്രിയാകുമ്പോൾ അതിൽ ആകെ ലൈറ്റ് തെളിയും. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ സന്ധ്യയോടടുപ്പിച്ച് ഇവിടേക്ക് വന്നത്. ലൈറ്റ് തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ നിറമാകെ മാറുന്നു. AD 917 മുതലുള്ള അരനൂറ്റാണ്ടുകൊണ്ട് ഹാൻ രാജവംശത്തിലെ ചക്രവർത്തിമാർ നിർമ്മിച്ച ക്ഷേത്രം. ഡാഫോ ടെമ്പിളിന്റെ മുന്നിൽ ജനപ്രവാഹമാണ്. പതിനായിരങ്ങളെയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ബീജിംഗ് റോഡിൽ കണ്ടത്. ചൈനയിൽ ജനത്തിനൊരു കുറവുമില്ലല്ലോ. അതിലെ വലിയൊരു ശതമാനവും നടന്നെത്തുന്നത് ഈ ഡാഫോ ടെമ്പിളിന്റെ മുൻപിലേക്കാണ്. ആ ജനസഞ്ചയത്തിൽ 10-15% വിദേശികൾ കാണുകയുള്ളൂ. ബാക്കി മുഴുവൻ ചൈനയുടെ പല ഭാഗത്തു നിന്നെത്തിയ ആളുകളും ഈ ഗോൺചോ നിവാസികളും തന്നെയായിരിക്കും. ഞാൻ ടെമ്പിളിന്റെ അകത്തേക്ക് ചെന്നു. 10 ടൺ വീതം ഭാരമുള്ള 3 കൂറ്റൻ വെങ്കല ബുദ്ധപ്രതിമകളുണ്ട് ക്ഷേത്രത്തിൽ. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മതമുണ്ടോ എന്നൊക്കെ സംശയമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ടോ, ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ, ആഘോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർ. ചൈനയിലെ ബഹുഭൂരിപക്ഷം ആളുകളും വലിയ ഭക്തരാണ്. ബുദ്ധമതമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതം. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. രാഷ്ട്രം അംഗീകരിച്ച മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ആരാധനയ്ക്ക്. എന്നാൽ വിദേശ നിയന്ത്രണത്തിലുള്ള മതങ്ങളെ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അതിനാൽ കത്തോലിക്ക സഭയിൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ബിഷപ്പിനെ നിയമിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അതായത് വത്തിക്കാന്റെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ വിശ്വാസികൾ പ്രവർത്തിക്കരുത്. അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ ഒഴിച്ചാൽ മതവിശ്വാസത്തിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ചൈനീസ് ക്രിസ്ത്യൻസിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് ഇപ്പോൾ. താവോ മതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരാണ് അതിലധികവും. ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വലുതായിട്ടുണ്ട്. ലൈറ്റ് തെളിഞ്ഞു കഴിയുമ്പോൾ ഡാഫോ ടെമ്പിളിന്റെ ഒരു കാഴ്ച ഇതാണ്. പ്രധാന ഹാളിൽ 3 വമ്പൻ ബുദ്ധപ്രതിമകൾ. ഡാഫോ എന്നാൽ വലിയ ബുദ്ധൻ എന്നാണ് അർത്ഥം. ക്ഷേത്രത്തിന്റെ മുന്നിലെ ജനപ്രവാഹമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുന്നതിനാൽ ഉണ്ടാകാവുന്ന വാണിജ്യ വ്യവസായ സാധ്യതകൾ എത്രയാണെന്ന് ചിന്തിക്കുക. ഒഴുകുകയാണ് ജനം. നിലത്ത് കല്ല് വിരിച്ചിരിക്കുകയാണ്. ഇത്രയും ജനം വരുന്നുണ്ടെങ്കിലും എത്ര വൃത്തിയായിട്ടാണ് ഇവിടമൊക്കെ കിടക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു.
എല്ലായിടത്തും മുറുക്കിത്തുപ്പുകയും മൂത്രത്തിന്റെ മണം പരക്കുകയും ചെയ്യുന്ന ഇടമല്ല ചൈനയിലെ ഒരു പട്ടണഭാഗവും ഒരു നഗരവും. ആളുകൾ ഡിസിപ്ലിൻഡാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ അച്ചടക്കം പഠിക്കുന്ന ജനം. അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിച്ച, വൃത്തിയോടെ വസ്ത്രം ധരിക്കുന്ന, മാന്യമായി പെരുമാറുന്ന, ലോകത്തിനു മുൻപിൽ ചൈനയെ നാണം കെടുത്താതിരിക്കാൻ പരിശീലനം സിദ്ധിച്ച ഒരു സമൂഹത്തെയാണ് ഇത്തരം നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത്. ഇവിടുത്തെ പൊതുസ്ഥലങ്ങളൊക്കെ എത്ര ഗാംഭീര്യത്തോടെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അഭിമാനമാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ജനതയാണിവർ. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് എന്തു തോന്നുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം, അല്ലാതെ പ്രൊപ്പഗാൻഡ നടത്തുന്നത് മാത്രമല്ല. അതൊന്നുമല്ലല്ലോ ദേശസ്നേഹവും അഭിമാനബോധവും ഉണ്ടാകാൻ വേണ്ടത്. ഇവിടെ 24 മണിക്കൂറും നമ്മൾ കാണുന്നത് വേസ്റ്റ് വാരാൻ നടക്കുന്ന ആളുകളെയൊക്കെയാണ്. അവർക്ക് വേണ്ടി പ്രത്യേക വാഹനങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിങ്ങനെ നിരന്തരം തെരുവിൽ കാണും. ഓട്ടോറിക്ഷ പോലുള്ള വണ്ടികളുമുണ്ട്. തെരുവിൽ നിരന്തരം കാണുന്നത് ഈ ക്ലീനിംഗ് ആണ്. ഇത്രയേറെ ജനസംഖ്യയുള്ള ഒരു നാട് എങ്ങനെയാണ് വൃത്തിയായി കിടക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിച്ചിട്ടില്ല. സിറ്റി സർവീസ് നടത്തുന്നത് കിടിലൻ ബസ്സുകളാണ്. ഒരു ടാക്സി വിളിച്ചു. ഞാൻ താമസിക്കുന്ന ഹോട്ടലുള്ള ഷിപ്പായി ഈസ്റ്റ് റോഡിലേക്ക് തന്നെ പോവുകയാണ്. പോകുമ്പോൾ വളരുന്ന ഒരു വാണിജ്യ നഗരത്തിന്റെ കാഴ്ചകളാണ് എങ്ങും കാണുന്നത്. ഗോൺചോ നഗരം, ആകാശം മുട്ടുന്ന കോർപ്പറേറ്റ് കെട്ടിടങ്ങൾ, ബാങ്കുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, വമ്പൻ എക്സ്പോർട്ട് കമ്പനികൾ, ലോകം മുഴുവനായുള്ള വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന വമ്പൻ കമ്പനികളുടെ ആസ്ഥാനങ്ങൾ, ഭരണസിരാ കേന്ദ്രങ്ങൾ, ആയിരക്കണക്കിന് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ. ചൈനയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ മെട്രോപൊളിറ്റൻ നഗരമാണ് ഇത്. ഞങ്ങൾ ഷിപ്പായി ഈസ്റ്റ് റോഡിലേക്കെത്തി. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ബീജിംഗ് റോഡിലെ അത്ര തിരക്കുകളില്ല. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം അതാണ്. തന്നെയുമല്ല, ഭക്ഷണം കഴിച്ച് എനിക്ക് നേരെ ഹോട്ടലിലേക്ക് കയറി പോവുകയും ചെയ്യാം. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. വിഭവങ്ങളുടെ ചിത്രം കാണുമ്പോൾ കൊതി വരും. ഇവിടെ തന്നെ കയറാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിനകത്തേക്കു കയറി. കളർഫുള്ളായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. കുറച്ച് ആളുകളൊക്കെയുണ്ട്. മെനു കാർഡിലെ ചിത്രം കണ്ടു തന്നെ ഓർഡർ ചെയ്യാം. കുടുംബവും കുട്ടികളുമൊക്കെയായി ആളുകൾ വരുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. അടുത്ത ദിവസവും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തോന്നി. 2-3 ജീവനക്കാരേയുള്ളൂ. കിച്ചണിൽ കൂടുതൽ പേരുണ്ടാവും. ഒരു സ്ത്രീ മെനു കാർഡ് കൊണ്ടുവന്നു. ഞങ്ങൾ ചിത്രം നോക്കി ആവശ്യമുള്ള വിഭവം കാണിച്ചു കൊടുത്തു. ലഘുവായിട്ട് മതി എന്ന് പറഞ്ഞു. കാരണം ഫ്രൂട്ട്സ് കഴിച്ച് വയർ നിറഞ്ഞിരിക്കുകയാണ്. സലാമിന് ചൈനീസ് അറിയാം. ഇത്രയും കാലം കൊണ്ട് സലാം തരക്കേടില്ലാത്ത വിധം ചൈനീസ് പറയാൻ പഠിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ സലാമിന് ചൈനീസ് വലിയ നിശ്ചയമില്ലായിരുന്നു. ആദ്യം വരുന്നത് ഷ്രിങ്ക് റാപ്പ് ചെയ്ത പാത്രങ്ങളാണ്. അതായത് സ്റ്റെറിലൈസ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ. അതുകൊണ്ട് തീരുന്നില്ല. കാൻഡണീസ് ശൈലി ഇതാണ്. തിളച്ച ചായവെള്ളം കൊണ്ടുവന്ന് വെക്കും. ആ ചായവെള്ളം കൊണ്ട് നമ്മൾ തന്നെ പാത്രങ്ങൾ ഒന്ന് കഴുകിയെടുക്കണം. സ്പൂൺ, ചോപ്സ്റ്റിക്, ഭക്ഷണമെടുക്കാനുള്ള ബൗൾ, പ്ലേറ്റ് എന്നിവയൊക്കെ ഈ തിളച്ച ചായവെള്ളം കൊണ്ട് കഴുകണം. ഇത് ചൈനയിലെ ഈ കാൻഡൻ പ്രദേശത്ത് മാത്രമുള്ള ഒരു ചിട്ടയാണ്. അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് തിളച്ച ചായവെള്ളത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകുക എന്നത്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളിലും ആദ്യം ചായവെള്ളവും ഒരു ബൗളും കൊണ്ടുവയ്ക്കും. കഴുകിയ വെള്ളം ബൗളിലേക്കൊഴിക്കാം. പാത്രം നേരത്തെ കഴുകിയതൊക്കെ തന്നെയാണ്. എങ്കിലും ഈ പ്രദേശത്തിന്റെ ഒരു ചിട്ട ഇതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ചിട്ടകളുണ്ടല്ലോ. കാൻഡൻ ഫെയറിന് വന്നവരാണെന്ന് തോന്നുന്നു. വിദേശികളായ ചിലരുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ കാൻഡൻ ഫെയറിന് വന്ന കുറേയേറെ വിദേശികളുണ്ട്. ആദ്യമായി സലാഡ് എത്തി. കുക്കുംബർ സലാഡാണ്. നമ്മൾ കുക്കുംബർ സലാഡ് ഉണ്ടാക്കിയാൽ ഒരു തരം പച്ചച്ചുവയല്ലേ. ഇതങ്ങനെയല്ല. സോസും മറ്റും ഒഴിക്കുന്നതിനാലാവാം അസാധ്യ രുചിയാണ് ഇതിനൊക്കെ. ചൈനയിൽ നിന്ന് വെറും പച്ചക്കറി പോലും കഴിക്കുമ്പോൾ ഉള്ള രുചി അതീവ ആസ്വാദ്യമാണ്.
2 ചെറിയ കപ്പിനകത്ത് ചോറ് കൊണ്ടുവന്നു. ഇതാണ് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭാഗം. ബാക്കിയെല്ലാം ഒന്നുകിൽ വെജിറ്റബിളോ അല്ലെങ്കിൽ മീറ്റോ ആണ്. ഇത് മുഴുവൻ കഴിക്കില്ല. സലാം ഉൾപ്പെടെ ഇവിടുത്തുകാർ കഴിക്കുക ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. അടുത്തതായി കോളിഫ്ലവറിൻ്റെ ഒരു വിഭവം വന്നു. അതും കഴിക്കുമ്പോൾ എന്തൊരു രുചിയാണെന്നറിയാമോ? മൂന്നാമത്തെ വിഭവം എത്തി. ബീഫും സോയയും ചേർന്ന ഒരു വിഭവമാണ്. ഗംഭീര രുചിയുള്ള ബീഫ് വിഭവം. 10-15 വിഭവങ്ങൾ ചേർന്നതാണ് ഇവിടുത്തെ ലഞ്ചും ഡിന്നറുമൊക്കെ. അല്ലാതെ 1-2 വിഭവങ്ങൾ കൊണ്ട് തീരില്ല. എല്ലാ ടേബിളുകളിലേക്കും വിഭവങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങൾ മേശപ്പുറത്തെ യുദ്ധം അവസാനിപ്പിച്ചു.